മെയ് 14 രാവിലെ ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ് ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ വന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചിട്ട് ആം ആദ്മി പാർട്ടിയുടെ MP ആയിട്ടുള്ള സ്വാതി മലിവാളിന് കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്നുള്ളതായിരുന്നു വാർത്ത. ആ വാർത്ത വന്നത് സ്വാതി മലിവാൾ തന്നെ ഡൽഹി പോലീസിന്റെ എമർജൻസി നമ്പറിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ രക്ഷിക്കണം എന്ന രീതിയിലുള്ള കംപ്ലൈന്റ് കൊടുക്കുകയായിരുന്നു എന്നാണ് പുറത്തു വന്നത്. അതിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചത് അതൊരു ആം ആദ്മി പാർട്ടിയുടെ MP മാത്രമായതുകൊണ്ടല്ല, അത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ചിട്ടായിരുന്നു ഈ സംഭവം നടന്നത്. പക്ഷെ ആം ആദ്മി പാർട്ടിയുടെ ഒരു വക്താക്കളോ അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് യാതൊരു റെസ്പോൺസും ആ ഒരു സംഭവത്തിനെതിരെ ഉണ്ടായിട്ടില്ല. മീഡിയയിലൊക്കെ ഇതൊക്കെ കൂടുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി എന്ന രീതിയിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും നമുക്ക് ആദ്യഘട്ടങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഏകദേശം 30-40 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേ ദിവസം ആം ആദ്മി പാർട്ടിയുടെ വക്താവായിട്ടുള്ള സഞ്ജയ് സിംഗ് അദ്ദേഹം പറയുകയുണ്ടായി, സ്വാതി മല്യവാളിന് ഇതുപോലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ അതായത് PA ആയിട്ടുള്ള വൈഭവ് കുമാറിന്റെ കയ്യിൽ നിന്ന് ഇതുപോലുള്ള ഒരു അസോൾട്ട് നേരിട്ടു എന്നുള്ളത് കൺഫേം ചെയ്യുന്നത് സഞ്ജയ് സിംഗ് ആയിരുന്നു. അതും പിറ്റേ ദിവസമായിരുന്നു. പിറ്റേ ദിവസം 4:30 നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് സഞ്ജയ് സിംഗ് ഇത് ഉറപ്പിക്കുന്നത്. അതിനുശേഷം സ്വാതി മലിവാള് എന്താ പറയാ MP തീർച്ചയായിട്ടും പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. പക്ഷെ പിറ്റേ ദിവസം പോലീസ് കംപ്ലൈന്റ് സ്വാതി മലിവാൾ കൊടുക്കുന്നു, ഇതുപോലുള്ള അസാൾട്ട് നേരിട്ടു എന്ന് പറയുന്നു. FIR പുറത്തു വരുന്നു. FIR-ന്റെ ഭാഗമായിട്ട് പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ സ്വാതി മലിവാളിന്റെ മുഖത്ത് 6-7 പ്രാവശ്യം മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന്റെ PA മർദ്ദിച്ചു അല്ലെങ്കിൽ തല്ലി എന്നുള്ളതും, അതുപോലെ തന്നെ അടിവയറ്റിലും ശരീരത്തിലാകെ ചവിട്ടി എന്നുള്ള രീതിയിലാണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനുശേഷവും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് വളരെ ഒരു സൈലന്റ് ആയിട്ടുള്ള, ഒന്നും അതിനോട് റെസ്പോണ്ട് ചെയ്യാത്ത രീതിയിലാണ് അരവിന്ദ് കെജ്രിവാൾ പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹത്തോട് വാർത്താ സമ്മേളനത്തിൽ, ലക്നൌവിൽ വെച്ചിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ അത് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. പക്ഷെ വളരെ രോഷാകുലനായിട്ടോ അല്ലെങ്കിൽ വളരെ അസ്വസ്ഥനായിട്ടാണ് കാണപ്പെട്ടത് അരവിന്ദ് കെജ്രിവാൾ ആ ചോദ്യത്തിനോട്. പക്ഷെ ഇന്ന് നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്വാതി മലിവാളിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. അതിനോട് അന്വേഷണം ആരംഭിച്ചു. അതിനുള്ള കുറ്റം അല്ലെങ്കിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള വൈഭവ് കുമാറിനെതിരെ അവര് സമൻസ് വരെ കൊടുത്തു ഡൽഹി പോലീസ്. പക്ഷെ വൈഭവ് കുമാർ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാളിന്റെ കൂടെ ലക്നൌവിലും മുംബൈയിലും പഞ്ചാബിലും ഒക്കെ കറങ്ങി നടക്കുകയാണ്. അപ്പോ അരവിന്ദ് കെജ്രിവാൾ, ഈ സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന വക്താവ് പോലും പറഞ്ഞിട്ടുണ്ട് വൈഭവ് കുമാർ സ്വാതി മലിവാളിനെതിരെ മോശമായി പെരുമാറി എന്നുള്ളത്. എന്നിട്ടും എന്താണ് സംഭവിച്ചത്? ആം ആദ്മി പാർട്ടി വൈഭവ് കുമാർ എന്ന് പറയുന്ന കെജ്രിവാളിന്റെ PA-യെ സംരക്ഷിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അപ്പൊ ഇന്ന് 6 മണിക്ക് ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു വക്താവായിട്ടുള്ള മന്ത്രിയുമായിട്ടുള്ള അതീഷി അവര് വന്ന് സ്വാതി മലിവാൾ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ ആ ഒരു MP-യെ തന്നെ ഒരു ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലാണ്, അബ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. നമുക്ക് ആലോചിച്ച് നോക്കൂ, അവരുടെ 10-20 വർഷക്കാലം അല്ലെങ്കിൽ 10-12 വർഷക്കാലം ആം ആദ്മി പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സ്വാതി മലിവാൾ. പക്ഷെ അവർ ഉന്നയിച്ച ഒരു ആരോപണം, അവരെ ഇത്തരത്തിലുള്ള ഒരു മോശമായിട്ട് അസാൾട്ടിന് വിധേയമായി ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ PA ആയിട്ടുള്ള അയാളുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള മോശമായ പ്രതികരണം ഉണ്ടായി എന്ന് അറിഞ്ഞിട്ട് പോലും അതിന് ആദ്യം അംഗീകരിച്ചു ആം ആദ്മി പാർട്ടി, സഞ്ജയ് സിംഗ്. പക്ഷെ പിറ്റേ ദിവസം വന്ന് അതീഷി പറയുന്നത് അവര് നാടകം കളിക്കുകയാണ്, അല്ലെങ്കിൽ BJP-യുടെ ഒരു വക്താവായിട്ട് BJP-ക്ക് വേണ്ടിയിട്ട് അരവിന്ദ് കെജ്രിവാളിനെ മോശമാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ നാടകം ചെയ്യുന്നത് എന്ന രീതിയിലാണ്. വളരെ ഒരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ആം ആദ്മി പാർട്ടി കടന്നു പോകുന്നത്. അതായത് സ്വാതി മലിവാളിനെ പോലുള്ള ഒരു രാജ്യസഭ MP-യെയാണ് അവര് എന്താ പറയാ ഇങ്ങനെ കൈയൊഴിഞ്ഞിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഈ ചോദ്യങ്ങളോടൊന്നും യാതൊരു തരത്തിലുള്ള റെസ്പോൺസ് പോലും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം വളരെ അസ്വസ്ഥനായിട്ടാണ് കാണപ്പെടുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് ഏകദേശം അരവിന്ദ് കെജ്രിവാൾ സ്വാതി മലിവാളിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു എന്ന രീതിയിലൊക്കെയാണ്. അതിന്റെ പ്രകോപനത്തിലാണ് എന്താ പറയാ സ്വാതി അതിന് തയ്യാറാവാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അസാൾട്ട് നടന്നത് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. അത് ആർക്ക് വേണ്ടിയാണ് സ്വാതിയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണോ, അല്ല അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നേടിക്കൊടുത്ത ഒരു വക്കീലന്മാരുണ്ട്, അവർക്ക് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ എന്ന രീതിയിലൊക്കെ ചർച്ചകൾ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു സംഭവത്തോടെ പുറത്തു വരുന്നത്
ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇതുവരെ അവർ എന്തിനു വേണ്ടിയാണ് രൂപവൽക്കരിക്കപ്പെട്ടത് അതിനെതിരായിട്ടാണ് ഫുള്ളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. പിന്നീട് അവർ അഴിമതിക്കാരോടൊപ്പം ഒന്നിച്ചു ചേർന്നു. ഇപ്പോ എന്താ പറയാ, സ്ത്രീ സുരക്ഷ എന്ന രീതിയിൽ അവർ ആദ്യം രംഗത്ത് വന്നു. ഇന്ന് സ്വന്തം MP നേരെ നേരിട്ട ഒരു അസാൾട്ട് എന്ന് പറയുന്ന ആരോപണത്തിൽ നിന്ന് അവർ MP ആണ് കൈയൊഴിയുന്നത്. മറിച്ച് വിക്ടിം എന്ന് പറയുന്ന സ്വാതി മലിവാലിനെയാണ് അവര് കൈയൊഴിയുന്നത്. അവര് പ്രതിപക്ഷത്തിന്റെ വക്താവ് അല്ലെങ്കിൽ BJP-യുടെ ഒരു ആളായിട്ട് കാണുന്നത് എന്നുള്ളത് വളരെ ആശ്ചര്യജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണ് ഇതിന്റെ യഥാർത്ഥ സംഭവം എന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാവും.